ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു സ്പൈസി പഴംപൊരി. നമ്മൾ നന്നായിട്ട് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു പഴംപൊരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഈ സ്പൈസി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാമേ. ഞാൻ 3 നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മീഡിയം വലുപ്പത്തിലുള്ള 2 പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ പിടി മല്ലിയിലയും അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ്. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണേ. എനിക്ക് ഈ 1 കപ്പ് മൈദ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റായിട്ടായത് 1/2 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് ലൂസായി പോകല്ലേ, കാരണം ഒരുപാട് മാവ് ലൂസായി കഴിഞ്ഞാൽ ആ ഏത്തക്കയിൽ ഈ ഇലകളൊന്നും പിടിച്ചിരിക്കത്തില്ല. കറിവേപ്പില, പച്ചമുളക്, മല്ലിയില അതൊക്കെ അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരുന്നാലേ അത് കാണുമ്പോഴൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ, നമുക്കതിനുള്ള ഫ്ലേവറും കിട്ടുള്ളേ. ഓരോ ഏത്തക്കയും പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നീളത്തിൽ 3ആയിട്ട് മുറിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഈ ഏത്തക്ക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ടേ അതിനെ തിരിച്ചിടാവുള്ളൂ കേട്ടോ. പിന്നെ പഴംപൊരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇച്ചിരി ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടേ അതിനെ വേർപ്പെടുത്തി എടുക്കാൻ നോക്കാവുള്ളേ. നിങ്ങൾക്കറിയാമല്ലോ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ എത്ര നേരം വേണമെന്ന്, വളരെ പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. അതേസമയം തന്നെ മതി ഈ പഴംപൊരിയും റെഡിയായിട്ട് വരാനായിട്ട്. നമുക്കിത് ആദ്യമായിട്ട് ഈ സ്പൈസി പഴംപൊരിന്ന് കേൾക്കുമ്പം ഒരു വെള്ളായ്മ തോന്നിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എനിക്ക് ഈ മധുരവും എരിവും എല്ലാം കൂടെ വരുന്ന ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെറുതായിട്ട് പഴുത്ത മാങ്ങ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കുകയല്ലേ, അതുപോലെ ഡേറ്റ്സും ലൈമും കൂടെ ഉള്ള എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ള പിക്കിള്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ പഴംപൊരിക്കാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഫ്ലേവറാണ്, കാണാനും നല്ല ഭംഗിയാണ്. ചില്ലി ഫ്ലേക്സിൻ്റെ ചുമന്ന നിറവും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ച നിറവും ആ ഏത്തക്കാപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ മഞ്ഞ നിറവും എല്ലാം കൂടെ കൂടി നല്ല ശേലാണ് കാണാനുമേ. ഇപ്പോൾ എൻ്റെ ഈ ചാനലും മീഡിയം ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകല്ലേ. നിങ്ങൾ ട്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായോ എന്ന് ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്